എണീക്കാനൊന്നും ഒരു മൂടുമില്ല, പുറത്ത് നല്ല മഴയാണ്. പക്ഷെ എന്നാലും നമുക്ക് എണീച്ചല്ലേ പറ്റും. എണീച്ചിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ. അങ്ങനെ നേരെ പോയി പല്ല് തേച്ച് വുളു എടുത്ത് സുബൈസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. സുബൈസ്കാരൻ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി ഇമ്മനെ അടുത്തുനിന്ന് ഒരു കട്ടൻ ചായയും കുടിച്ചു. കട്ടൻ കുടിച്ച് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിറങ്ങിയ ഫസ്റ്റ് കാണാൻ എന്റെ ഉമ്മയും ഉപ്പയും നട്ടു വളർത്തുന്ന നല്ല ചെടികളാണ്. ഓല് രണ്ടാളും കൂടി കാലങ്ങളായിട്ട് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ് ഈ കാണുന്ന ചെടികളൊക്കെ. ഇതാണ് എന്റെ ഫിഷ് ടാങ്ക്. ഇതിൽ കുറച്ച് ഫിലോപ്പിയും കുറച്ച് മുഴുവുണ്ട്, കുറച്ച് തീറ്റയും കൊണ്ട്. ഇന്ന് മഴ ആയതുകൊണ്ട് ജിമ്മിൽ പോകാൻ ഒരു മൂടുമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പുള്ളപ്പും കുറച്ച് പുഷപ്പും കുറച്ച് ഡിപ്പും ചെയ്തു. കുറച്ച് ബൈസെപ്സിനുള്ളതും കളിച്ചു. വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അജിമിന്റെ പുട്ടുണ്ടാക്കുന്നു. ഇന്ന് കുറെ തള്ളാനുള്ളതല്ല, അതുകൊണ്ട് കുറച്ച് പുട്ടുന്ന്. അപ്പോഴാണ് ഉമ്മ പറയുന്നത് ഇനിന്തോ തിന്നാണെങ്കിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ നേരെ വണ്ടി എടുത്ത് സാധനം വാങ്ങാൻ പോയി. ഇന്ന് ഏതായാലും വെള്ളിയാഴ്ചക്കല്ലേ കുറച്ച് ഇറച്ചി വാങ്ങാൻ വിചാരിച്ചിങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഇറച്ചിയും തീർന്നു. അങ്ങനെ ഇറച്ചിക്ക് പകരം കോയും വാങ്ങി നമ്മൾക്ക് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് മാറ്റി ഇതിന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു പെർഫ്യൂം ആട്ടോ. അങ്ങനെ അത് അടിച്ച് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ ജുമുയൊക്കെ കഴിഞ്ഞ് ഉപ്പനെയും കൂട്ടി ഞാൻ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോഴേക്ക് ഉമ്മ നല്ല മഞ്ഞച്ചോറും കറി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അതും തിന്നു. പിന്നെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ട, അങ്ങനെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന്. അത് കഴിഞ്ഞ് ഉമ്മക്ക് എന്തോ കൊടുവള്ളി ക്ലാസ്സിന് പോകാണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മനെ അവിടെ കൊണ്ടാക്കി. പിന്നെ ഉപ്പനെ ഒരു വാച്ച് റിപ്പയർ ചെയ്യാണ്ട് അങ്ങനെ അതും കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു കാഴ്ചയും കുറിച്ച് അസറിസ്കരിക്കാൻ കയറി. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ പെറ്റ്സിന്റെ ഷോപ്പ് കണ്ട് അങ്ങനെ അവിടെ കയറി 2 ഗോൾഡ് ഫിഷിനെയും കൂടി വാങ്ങി നമ്മളെ ഫിഷ് ടാങ്കിലേക്ക്. പിന്നെ നല്ല വിശപ്പ്. പിന്നെ ഒന്നും നോക്കിയില്ല, കെട്ടങ്ങ പോയി നല്ല ചിക്കൻ ദോശയും ചായയും കാടമുട്ടയൊക്കെ തിന്നു. അപ്പോഴേക്ക് ഉമ്മ വിളിച്ച് ഇമ്മനെ കൂട്ടാൻ ചെല്ലാം. അങ്ങനെ ഉമ്മനെയും കൂട്ടി ഇമ്മക്ക് ഒരു ഫോട്ടോ എടുക്കാണ്ടായി. ഫോട്ടോ എടുത്തു കൊടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ അജ്മലിനെയും കൂട്ടി മഗ്‌രിബിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞിറങ്ങിയ അഷ്റഫിനെയും കിട്ടി. അങ്ങനെ പിന്നെ ഓലയും കൂടി താമസിച്ചാൽ പോയി. പിന്നെ ആർന്ന് ബട്ടർ ബന്നും ചായയും കുടിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് കൊടുവള്ളി നസീബിന്റെ ഷോപ്പിൽ പോയി അവിടെ ഫോൺ നന്നാക്കാൻ കൊടുക്കാണ്ടായി, അതും കൊടുത്തു. പിന്നെ വരുന്ന വഴിക്ക് പുതിയൊരു ജിമ്മ് വന്നിട്ടുണ്ട്, അവിടെ എന്താ അവസ്ഥ നോക്കാൻ വേണ്ടി അവിടെയും. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നേരെ ഷാമിലിന്റെ പുറകെ പോയി. അവന്റെ നിക്കാഹാണ് നാളെ. അങ്ങനെ അവനെയും കണ്ട് അതിന്റെ ഇടയിൽ അവിടെ ഏതോ അലമ്പ് ചെക്കന്മാർ പടക്കം പൊടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ തിരിച്ചു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി 3 മണി വരെ വീഡിയോയിൽ പറയാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ നടത്തി. ഓന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇടുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.